ഹായ് ഫ്രണ്ട്സ്, PSC വേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ BSc ബുള്ളറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ്? ഉണ്ണായി വാര്യർ. നാലുകെട്ട് രചിച്ചത് ആരാണ്? നാലുകെട്ട് രചിച്ചത് MT വാസുദേവൻ നായർ. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാൽ. നിശാന്തതയുണ്ടാക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? നിശാന്തതയുണ്ടാക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ A. നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ. നാലുകെട്ട് രചിച്ചത് MT വാസുദേവൻ നായർ. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാൽ. നിശാന്തതയുണ്ടാക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ A. അടുത്ത ക്വസ്റ്റ്യൻ, പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ക്ലോറിൻ. പറക്കുന്ന സസ്തനം എന്നറിയപ്പെടുന്നത് വവ്വാൽ. പറക്കുന്ന സസ്തനം ഏതാണ്? വവ്വാലാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പാകിസ്ഥാൻ്റെ തലസ്ഥാനം ഇസ്ലാമാബാദ്. പാകിസ്ഥാൻ്റെ തലസ്ഥാനം ഇസ്ലാമാബാദ്. പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ക്ലോറിനാണ്. പറക്കുന്ന സസ്തനം എന്നറിയപ്പെടുന്നത് വവ്വാലിനെയാണ്. പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ആണ്. പാകിസ്ഥാൻ്റെ തലസ്ഥാനം ഇസ്ലാമാബാദ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം ഏതാണ്? പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രമാണ് പരുത്തി. പിസയിലെ ചരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? പിസയിലെ ചരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇറ്റലി. പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം ഏതാണ്? പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണമാണ് സിത്താർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൗണ്ടേഷൻ പേന കണ്ടുപിടിച്ചത് ആരാണ്? ഫൗണ്ടേഷൻ പേന കണ്ടുപിടിച്ചത് വാട്ടർമാൻ. ഒന്നും കൂടി നമുക്ക് നോക്കാം. പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രമാണ് പരുത്തി. പിസയിലെ ചരിഞ്ഞ ഗോപുരം ഇറ്റലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം ഏതാണ്? സിത്താറാണ്. ഫൗണ്ടേഷൻ പേന കണ്ടുപിടിച്ചത് വാട്ടർമാൻ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് എവിടെയാണ്? പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏതൻസിലാണ്. ബക്കിംഗ്ഹാം കൊട്ടാരം ആരുടെ വസതിയാണ്? ബക്കിംഗ്ഹാം കൊട്ടാരം ആരുടെ വസതിയാണ്? ബ്രിട്ടീഷ് മൊണാർക്കിൻ്റെ വസതിയാണ്. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീന്തൽ. അടുത്ത ക്വസ്റ്റ്യൻ, ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക. ഓർത്തിരിക്കുക. ഒന്നും കൂടി നമുക്ക് നോക്കാം. പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏതൻസിലാണ്. ബക്കിംഗ്ഹാം കൊട്ടാരം ആരുടെ വസതിയാണ്? ബ്രിട്ടീഷ് മൊണാർക്കിൻ്റെ വസതിയാണ്. ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീന്തൽ. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കർണാടക സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബർമയിലെ അതായത് മ്യാൻമറിലെ നാണയം ഏതാണ്? ബർമയിലെ നാണയം അറിയപ്പെടുന്നത് കേറ്റാണ്. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലിയാണ്. ഓക്കെ. ആരാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത്? ടോറിസെല്ലി. അടുത്ത ക്വസ്റ്റ്യൻ, ബച്ചൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത് ആരാണ്? ബച്ചൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത് കൈലാഷ് സത്യാർത്ഥിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലം എവിടെയാണ്? ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലം ബോധ്ഗയ. ബർമയിലെ നാണയം കേറ്റാണ്. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ടോറിസെല്ലിയാണ്. ബച്ചൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടതാരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലം ബോധ്ഗയ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് ഏതിനാണ്? നീലഗിരി. നീലഗിരിനെയാണ് ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത്. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം ഏതാണ്? ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം 2001. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിൻ്റെ ഒരു ഭാഗമേ കാണാനാകൂ. ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രൻ്റെ മറുഭാഗത്തിൻ്റെ ചിത്രം എടുത്തത്?
ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിന്റെ ഒരു ഭാഗമേ കാണാനാകൂ. ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രന്റെ മറുഭാഗത്തിന്റെ ചിത്രം എടുത്തത് എന്ന് ചോദിച്ചാൽ ലൂണ 3 ആണ്. ഒന്നും കൂടി നമുക്ക് നോക്കാം. ബ്ലൂ മൗണ്ടെയ്ൻസ് എന്നറിയപ്പെടുന്നത് നീലഗിരിയാണ്. 2001 ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ചിട്ടുള്ള വർഷം. ലൂണ 3 ആണ് ആദ്യമായി ചന്ദ്രന്റെ മറുഭാഗത്തിന്റെ ചിത്രം എടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം ഏതാണ്? ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രമാണ് സല്യൂട്ട് 1. ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓർത്തിരിക്കുക, ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രമാണ് സല്യൂട്ട് 1. ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്നറിയപ്പെടുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ്. പ്ലാസി യുദ്ധം നടന്ന വർഷം. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 1757 പ്ലാസി യുദ്ധം നടന്ന വർഷം. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവ് എത്ര ഫാരൻഹീറ്റാണ്? മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവ് എത്ര ഫാരൻഹീറ്റാണ് എന്ന് ചോദിച്ചാൽ 98.4 ഫാരൻഹീറ്റാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവ് എത്ര ഫാരൻഹീറ്റാണ് എന്ന് ചോദിച്ചാൽ 98.4. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫിർ എവിടെയാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫിർ കാണപ്പെടുന്നത് തുടയിലാണ്. ഓർത്തിരിക്കുക, 1757 പ്ലാസി യുദ്ധം നടന്ന വർഷം. 98.4 ഫാരൻഹീറ്റാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫിർ കാണപ്പെടുന്നത് എവിടെയാണ്? തുടയിലാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് കേട്ടോ. തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.